താമരശ്ശേരി സ്വദേശിയായ യുവാവിന്റെ വെളിപ്പെടുത്തൽ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ജോലി ആവശ്യത്തിനായി ധർമ്മസ്ഥലയിലെത്തി മടങ്ങും വഴി തനിക്ക് നേരെ ആക്രമണം ഉണ്ടായെന്നായിരുന്നു യുവാവിന്റെ വെളിപ്പെടുത്തൽ. ബസ് സ്റ്റാൻഡിൽ വെച്ച് മലയാളി യുവതിയുമായി പരിചയപ്പെടുകയും ഇരുവരും ഒരേ സീറ്റിൽ നിന്ന് യാത്ര ചെയ്യുകയും ചെയ്തു. യാത്ര പുറപ്പെട്ട ശേഷം അടുത്ത സ്റ്റോപ്പിൽ വെച്ച് ഒരു സംഘം ബസ് തടഞ്ഞ് ക്രൂരമായി മർദ്ദിച്ചതായും തന്റെയും യുവതിയുടെയും ഫോണുകളടക്കം പരിശോധിച്ചുവെന്നും യുവാവ് ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. ഇവർ എത്ര പേരുണ്ടായിരുന്നു ഈ ആൾക്കാർ? ആ, അവരെന്ത് പറഞ്ഞിട്ടാണ് മർദ്ദിച്ചത്? അല്ലെ എന്താണ് ബസ്സിൽ സംഭവിച്ചത്? എന്താണ് പേര്? ഞാൻ മുസ്ലിമാണ്, അവള് ഹിന്ദുവാണ്. ഇപ്പൊ നിങ്ങൾ ആ കുട്ടിയെ ഇവിടെ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് പരിചയപ്പെട്ടത്? മലയാളികളായതുകൊണ്ട് സംസാരിച്ചു. ഞാനും മലയാളി, അവളും മലയാളി. അവളൊന്ന് വർക്കിന്റെ കാര്യമായിട്ട് ബംഗളൂരു പോയത്. കുറെ നേരം സംസാരിച്ചിരുന്നോ? 10 ബസ്സിൽ കയറി. ബസ് അവിടെ നിന്ന് എടുത്തപ്പോൾ തന്നെ വേറെ ആൾക്കാർ സ്ഥലത്തെത്തിയപ്പോൾ പോയിന്ന പ്രദേശത്തെത്തിയപ്പോൾ ബസ് തടയുകയും ചെയ്തു. ധർമ്മസ്ഥല കണ്ട ആൾക്കാർ തന്നെയായിരുന്നു അവിടെ നിന്ന് നമ്മളെ പിടിച്ചിറക്കി. എന്നെ ബസ്സിൽ ഇറക്കിയിട്ട് അവളാ ബസ്സിൽ പോയിട്ടുണ്ടായിരുന്നോ? ആ കുട്ടിയോട് വല്ലതും പറയുന്നുണ്ടായിരുന്നോ? പിന്നെ എന്നെ അവിടെ ഇറക്കി, പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. അല്ല, നിങ്ങൾ രണ്ടുപേരും ബസ്സിലുണ്ടായിരുന്നപ്പോൾ നിങ്ങളെ പിടിച്ചിറക്കാൻ നേരത്ത് ആ കുട്ടിയോട് ഇവിടെ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവൾക്കും അവളെ അച്ഛനൊക്കെ ഇവിടെ കണ്ണൂരുള്ളതാണ്. ഫോൺ എടുത്തിട്ട് എൻ്റെ നമ്പർ അതിലുണ്ടോന്ന് അടിച്ചു നോക്കി, അവളെ നമ്പർ എൻ്റെ ഉണ്ടോ അടിച്ചു നോക്കി, അല്ലാണ്ട് വേറൊന്നും ചെയ്തില്ല. എന്നെ അവിടെ ഇറക്കി. എന്നിട്ട് ഈ കുട്ടി പിന്നെ ആരാന്ന് നിങ്ങൾ അന്വേഷിച്ചായിരുന്നോ? എന്താ? ഞാനും എൻ്റെ ചേട്ടനും കൂടെ ആ കുട്ടി പറഞ്ഞ സ്ഥലത്ത് അന്വേഷിച്ചായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോഴും അവിടുത്തെ മാനേജർ പറഞ്ഞത് ആ സ്ഥലം അങ്ങനെയാണ്, അവിടെ അങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞു. ഇതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾക്ക് പറ്റുന്ന എന്താ വെച്ചാൽ തിരിച്ചു കൊടുക്കലേ നടന്നു. നമ്മളിവിടെ നാട്ടിൽ കേസ് കൊടുത്തായിരുന്നു. കാരണം എൻ്റെ ഫോണ്, പൈസ, ബാഗെല്ലാം നഷ്ടപ്പെട്ടായിരുന്നു. കേസ് കൊടുത്തിട്ടൊരു പ്രയോജനം ഉണ്ടായില്ല. പോലീസ് എന്താ പറഞ്ഞു? എവിടെ, ഏത് സ്റ്റേഷനിലാണ് കൊടുത്തത്? താമരശ്ശേരി സ്റ്റേഷനിലാണ്. അവരെന്താ പറഞ്ഞു? അവർ പറഞ്ഞ് അത് അവിടെ നടന്ന സംഭവമില്ലേ, അവിടെ പോയി കേസ് കൊടുക്കണം. ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു? നിങ്ങൾക്ക് ഇപ്പോൾ ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ആശങ്ക ഉണ്ടോ കാര്യത്തിൽ? എന്താ ഇപ്പം എന്താ നടക്കുന്നതെന്ന് ഞാൻ ന്യൂസൊക്കെ കാണലുണ്ട്. അന്ന് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം. നിങ്ങൾ എങ്ങനെ ഒരു സാഹചര്യത്തിൽ ഓടി രക്ഷപ്പെട്ടെ? ഈ ജീവൻ പോകുന്നൊരു ഘട്ടത്തിലേക്ക് എത്തിയിരുന്നോ? അവിടെ ഉണ്ടായിരുന്ന കടയെ കടപ്പിച്ച് വേറെ ആളിപ്പം സംസാരിച്ച് ഒരു വലിയ മാരകായുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഓടി രക്ഷപ്പെടുകയല്ലേ. അവരെന്നെ പുറകെ ഓടിച്ചായിരുന്നു കുറേ. ഇപ്പോൾ ഈ പെൺകുട്ടിയായിട്ട് ഇടകലർന്നിരുന്നത് കൊണ്ടും അതിനോട് സംസാരിച്ചുകൊണ്ടൊക്കെയാണ് ഈ സംഭവം ഉണ്ടായെന്നാണ് നിങ്ങൾ കരുതുന്നത്? അതുകൊണ്ടാണ് എനിക്കറിയത്തില്ല എന്താ സംഭവം. കാരണം നമ്മളിപ്പോൾ എവിടെയും പോകുമ്പോൾ പരിചയമുള്ള മലയാളികളെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കില്ല. ഇപ്പോൾ ഈ ധർമ്മസ്ഥലം പറ്റി ഒരുപാട് വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കുറച്ച് ദുരൂഹത ആ സ്ഥലത്തിനുണ്ട്? ഇപ്പം ന്യൂസ് കണ്ടു തുടങ്ങിയപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് ജീവൻ കിട്ടിയതാണ് തോന്നുന്നത്. ഈ ആ കുട്ടിയുടെ കാര്യം എന്താ സംഭവിച്ചെന്ന് പറയാൻ പറ്റില്ല. കോഴിക്കോട് സ്വദേശിയായ യുവാവിന്റെ വെളിപ്പെടുത്തൽ പോലെ അങ്ങനെ നിരവധി പെൺകുട്ടികളെ, മലയാളികളെ ഉൾപ്പെടെ അവിടെ കാണാതായിട്ടുണ്ട്. അവരെ കൊലപ്പെടുത്തിയിട്ടുണ്ടാകുമോ, കുഴിച്ചു മൂടിയിട്ടുണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പരിശോധന ആവശ്യമായിട്ടുള്ളതാണ്. കാണാതായ കേസുകൾ ഉൾപ്പെടെ പരാതി അറിയിക്കാനായി മംഗളൂരുവിൽ പ്രത്യേക അന്വേഷണ സംഘം ഹെൽപ്പ് ഡെസ്ക് തുറന്നിട്ടുണ്ട്. KP അഭിലാഷിലേക്ക് ഒരിക്കൽ കൂടി. അഭിലാഷ്, 3-ാം ദിവസത്തെ പരിശോധന, കൂടുതൽ തൊഴിലാളികളെ എത്തിച്ചാണ് വിശദമായ പരിശോധന നടക്കുന്നത്. ഇന്ന് ഈ 5-ാമത്തെ പോയിന്റ് മുതൽ ഈ 12 പോയിന്റ് വരെയുള്ള സ്ഥലങ്ങളിൽ ആണ് ഇന്ന് വിശദമായ പരിശോധന നടക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡോഗ് സ്ക്വാഡ് അവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഇന്നലെ തന്നെ ചില സൂചനകൾ പുറത്തു വന്നതാണ്. അതായത് അവിടെ നിന്നൊരു ചുവപ്പ് നിറമുള്ള ബ്ലൗസ് കണ്ടെത്തുന്നു, ATM കാർഡ്, ആധാർ കാർഡ്, അങ്ങനെയുള്ള ചില നിർണായകമായിട്ടുള്ള ചില വിവരങ്ങളൊക്കെ ഇന്നലെ തന്നെ ചില സൂചനകൾ പുറത്തു വന്നതാണ്. ഇനിയുള്ള പരിശോധനകൾ അതിനിർണായകമാണ്. ഏത് രീതിയിലാണ് അവിടെ ഡോഗ് സ്ക്വാഡിനെ അടക്കം മറ്റ് അന്വേഷണ സംഘത്തിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം അവിടെ എത്തിയിട്ടുണ്ടോ? തീർച്ചയായും ടോം, ഇപ്പോൾ നടക്കുന്ന ഈ പരിശോധനയെ ഒരു അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം എന്ന് മാത്രമേ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കൂ. ഇത് ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുക എന്നത് അങ്ങേയറ്റം സങ്കീർണമാണ് എന്ന് നമുക്ക് കൃത്യമായി പ്രേക്ഷകരോട് പറയേണ്ടതുണ്ട്. കാരണം നേരത്തെ നമുക്കറിയാമല്ലോ, KV ബൈജു ഇതേ പ്രദേശത്ത് തന്നെ, അതായത് ഇപ്പോൾ ഈ ശുചീകരണ തൊഴിലാളി സ്പോട്ട് കാണിച്ചു കൊടുത്തിട്ടുള്ള അതേ വനപ്രദേശത്ത് നിന്നുകൊണ്ട് തന്നെയാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും ഇതാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ ആ വനപ്രദേശം എന്ന് പ്രേക്ഷകരെ അറിയിക്കുകയും
റിപ്പോർട്ടും ചെയ്തതാണ്. അന്ന് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ഒരു മാധ്യമവും അവിടേക്ക് എത്തിപ്പെടാൻ തയ്യാറായിരുന്നില്ല. കാരണം അത്രമേൽ വലിയ ഭീഷണികളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മുടെ വാർത്താ സംഘം അവിടെ എത്തുന്നത്. അതായത് പിന്നെ ആ സമയത്ത് നമ്മൾ പ്രധാനമായും റിപ്പോർട്ട് ചെയ്തത് ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുള്ള പ്രദേശത്തിന് ഒരു തരത്തിലുമുള്ള സുരക്ഷയോ കാവലോ ഒരുക്കിയിട്ടില്ല. ഇത്രമേൽ വലിയ വെളിപ്പെടുത്തൽ ഉണ്ടായതിനു ശേഷവും എന്നുള്ളതായിരുന്നു. അതിനുശേഷം വാർത്ത നിരന്തരമായി ജനങ്ങളിലേക്ക് എത്തിയതിനു ശേഷം ആണ് ഈ പ്രദേശത്തിന് പ്രത്യേകമായി സുരക്ഷ ഏർപ്പെടുത്തിയത്. ഇവിടെ ഈ ശുചീകരണ തൊഴിലാളിയെ തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ള വേഷവിധാനങ്ങളിലൂടെ സ്ഥലത്ത് എത്തിച്ചത്. അവിടെ ഒരു കാര്യം നമ്മൾ ഓർത്തെടുക്കേണ്ടത് ടോം, ഇത് വളരെ വിശാലമായ ഒരു ഭൂപ്രദേശമാണ്. ഏക്കർ കണക്കിന് വിസ്തൃതിയുള്ള ഒരു ഭൂപ്രദേശമാണ്. ഇവിടെയാണ് ഈ ശുചീകരണ തൊഴിലാളിക്ക് പല ഘട്ടങ്ങളിലായി മൃതശരീരങ്ങൾ മറവ് ചെയ്യേണ്ടതായി വന്നിട്ടുള്ളത്. ഈ വനപ്രദേശത്തിൻ്റെ ഒരു സ്വാഭാവികമായ പ്രകൃതി നമ്മൾ ഒന്ന് കണക്കിലാക്കിയാൽ തന്നെ നമുക്കറിയാം, വേനൽക്കാലത്ത് ഒരു സ്വഭാവമായിരിക്കും, മഴക്കാലത്ത് മറ്റൊരു സ്വഭാവമായിരിക്കും. ചില സമയത്ത് അവിടെ വലിയ തോതിൽ ഉള്ള ഈ മരങ്ങളും മറ്റ് ചെടി പടലങ്ങളും എല്ലാം വ്യാപിച്ചിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു ഭൂപ്രദേശത്താണ് ഇപ്പോൾ ഈ തൊഴിലാളി 13 ഇടങ്ങൾ സ്പോട്ട് ചെയ്ത് നൽകിയിട്ടുള്ളത്. അതിന് നമുക്കൊരു കൃത്യമായ സ്പോട്ടെന്ന് എന്നും അനുമാനിക്കാൻ സാധിക്കില്ല. കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ മൃതദേഹങ്ങൾ കുഴിച്ചിടേണ്ടി വരുമ്പോഴുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ ഉദ്ദേശിക്കാവുന്നതേ ഉള്ളൂ. ഈ വ്യക്തിയാകട്ടെ ഏകദേശം ഒരു ധാരണയുടെയും ഓർമ്മയുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ സ്പോട്ടുകൾ അടയാളപ്പെടുത്തി നൽകിയിട്ടുള്ളത്. അത്തരം സ്പോട്ടുകളിൽ ആണ് ഇപ്പോൾ വിശദമായ പരിശോധനകൾ നടന്നു വരുന്നത്. അതുമാത്രവുമല്ല, ഈ തൊഴിലാളി നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ മണ്ണ് എത്രത്തോളം ആഴത്തിൽ ആണ് കുഴികൾ എടുത്തിട്ടുള്ളത്, ഏത് തരത്തിലാണ് മൃതദേഹാവശിഷ്ടങ്ങൾ അവിടെ കുഴിച്ചു മൂടിയിട്ടുള്ളത്, അതിൽ തന്നെ ചില മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു, കത്തിച്ചതിന് ശേഷമാണ് തന്നെ ഏൽപ്പിച്ചത് എന്ന തരത്തിലൊക്കെയുള്ള വെളിപ്പെടുത്തലുകളാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്രയധികം ഏരിയകൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും അവിടെ എവിടെ നിന്നെങ്കിലും ഒരു മൃതദേഹാവശിഷ്ടമെങ്കിലും ലഭിക്കുന്നുവെങ്കിൽ അത് അങ്ങേയറ്റം നിർണായകമായി മാറുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ നിർണായകമായിട്ടുള്ള വിവരം തന്നെയാണ്, തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കുഴിച്ചെടുക്കാൻ സാധിച്ചത് എന്ന് നമുക്ക് വളരെ കൃത്യമായി പറയാൻ സാധിക്കും. ഇനിയും സ്പോട്ട് ചെയ്തിട്ടുള്ള മേഖലകൾ അത് നേരത്തെ കെ വി ബൈജുവും സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇത് വനപ്രദേശമാണ് എന്നതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന വെല്ലുവിളികൾ, അതോടൊപ്പം തന്നെ നേത്രാവതി പുഴയോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ്. ഒപ്പം ഈ പ്രദേശത്ത് തന്നെ പല കാലഘട്ടങ്ങളിലായി വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിട്ടുള്ള ഭൂപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആ ഭൂപ്രകൃതിയിൽ കാതലായ മാറ്റമുണ്ട്. ആ പ്രദേശത്ത് തന്നെ ഈ സ്പോട്ട് ചെയ്യുന്ന ഏരിയകൾ എന്നത് അത്രമേൽ ഷാർപ്പായ ഒരു സ്പോട്ട് പോയിന്റ് ആകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ ഇടത്തും, അതായത് ഇപ്പോൾ തന്നെ ഈ 6ാമത്തെ സ്പോട്ടിലാണ് പരിശോധന നടക്കുന്നത്. അവിടെ ഒരു നിശ്ചിത ഏരിയയിൽ പ്രതീക്ഷിക്കുന്ന ഇടങ്ങളിൽ ആണ് മണ്ണ് മാന്തി പരിശോധന നടത്തുന്നത്. അതാകട്ടെ യന്ത്ര സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന എന്നത് ഏറെ ശ്രമകരമാണ്, വെല്ലുവിളികൾ നിറഞ്ഞതാണ്. അവിടെ മനുഷ്യനെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റു തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് ഭൂമി പരിശോധിക്കുന്നു, അല്ലെങ്കിൽ കുഴിയെടുത്ത് പരിശോധിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. അത്തരത്തിലാണ് ഇപ്പോൾ പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വേഗത്തിൽ ഉള്ള പരിശോധന എന്നത് സാധ്യമല്ല. പക്ഷേ നിരവധി തൊഴിലാളികളെ അടക്കം എത്തിച്ചുകൊണ്ട് ആണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും മറ്റ് സ്പോട്ടുകളിലേക്കും പരിശോധന, ഈ 13 ഇടങ്ങളിലും പരിശോധന നടത്തും എന്ന് മാത്രവുമല്ല, ഒരു പക്ഷേ ഇങ്ങനെ പരിശോധിച്ചു വരുമ്പോൾ ആയിരിക്കാം ഈ ശുചീകരണ തൊഴിലാളിക്ക് കൂടുതൽ ഇടങ്ങൾ കാണിച്ചു നൽകാൻ സാധിക്കുക. അങ്ങനെയെങ്കിൽ അത്തരം പരിശോധനകൾ കൂടി ഇനി നടക്കും. മാത്രവുമല്ല, ഇപ്പോൾ ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് കൂടുതൽ പ്രാധാന്യം വരികയും അദ്ദേഹത്തിൻ്റെ വാക്കുകളെ കൂടുതൽ വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്നുവെന്നും എന്തായാലും ബോധ്യപ്പെടുകയാണ്. അത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനും ബോധ്യപ്പെടുന്ന പശ്ചാത്തലമാണ് ഉള്ളത്. അതോടൊപ്പം നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ വരാം. ഇപ്പോൾ ആക്ഷൻ കൗൺസിൽ അംഗം ജയന്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീ ജയന്ത്, നേരത്തെ ഞങ്ങളുടെ പ്രതിനിധി കെ പി അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വരെയും ഈ മുൻ ശുചീകരണ തൊഴിലാളി പറഞ്ഞത് ഒരു അവിശ്വസനീയമായ കഥയായി കരുതിയതാണ് പലരും. പക്ഷേ ഇന്ന് അത് സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അവിടെ നിന്നും ഒരു അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നു. അത് പുരുഷൻ്റെതാണെന്ന സംശയമാണ് നിലവിലുള്ളത്. എത്രത്തോളം പ്രതീക്ഷയുണ്ട് നിങ്ങൾക്ക് ഇനി വിശദമായി? കാരണം ഇപ്പോൾ 6 പോയിന്റുകളിലാണ്, സ്പോട്ട് പോയിന്റുകളിലാണ് പരിശോധന നടത്തിയിരിക്കുന്നത്. ഇനിയുള്ള ഇന്ന് തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പരിശോധന നടത്തുന്നുണ്ട്. കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ, അസ്ഥികൂടങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നാണോ കണക്കാക്കുന്നത്? 100%. നമ്മൾ ഇതുവരെ ആരോടൊന്നും കള്ളം പറഞ്ഞിട്ടില്ല.